പ്രൈസ് ദ ലോർഡ്. ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഏറ്റവും ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. നോമ്പൊക്കെ വീടിയിട്ടാണ് ഇരിക്കണേന്ന് മനസ്സിലായിട്ടുണ്ട്. ഹല്ലേലൂയ. പോർക്കിൻ്റെയും പോത്തിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. അതിൽ വചനം പറയാണ്, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറയാണ്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർത്തിക്കുന്നു. അതായത് അതുകൊണ്ടല്ലേ നമ്മൾ ഏറ്റവും വലിയ തിരുനാളായിട്ട് ഉയർപ്പ് തിരുനാൾ എന്ന് പറയാൻ കാരണം എന്താ? നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാ ആധാരം കിടക്കുന്നത് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു ഇന്നും പ്രവർത്തിക്കുന്നു. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ പിശാച് മനോഹരമായി വർക്ക് ചെയ്തുള്ളത് എങ്ങനെയാണെന്നറിയാവോ? ആ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം അനേകരിൽ നിന്ന് പിശാച് എടുത്തു മാറ്റി. ഈ കഴിഞ്ഞ ദിവസം ഒരു കറ്റീസം പഠിപ്പിക്കുന്ന ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് അവരെ ഞാനൊരു റിട്രീറ്റിന് പോയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ നിത്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞതാണ്, എൻ്റെ അച്ഛൻ ഞാൻ കാറ്റീസൊക്കെ പഠിപ്പിക്കേണ്ടത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസം കുർബാനയ്ക്കൊക്കെ ഞാൻ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഈ മരണാനന്തര ജീവിതം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒപ്പീസ് കളിക്കുന്നുണ്ട്, എല്ലാ ദിവസം കുർബാനയിലും പങ്കെടുക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന പിള്ളേർ ചെല്ലിയില്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കും അച്ഛാ. ഒരു ഭാഗത്ത് യാന്ത്രികമായിട്ട് കുറേ പ്രാർത്ഥനകളൊക്കെ അതുമായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഈ ഒരു ബോധ്യം ലഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ടീച്ചറെ വേറെ ഒന്നും ചെയ്യാനില്ല, പരിശുദ്ധാത്മാവേ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം. നമുക്ക് നിത്യതയെക്കുറിച്ച് ക്ലാസ് എടുക്കാം, ഡോക്ടറേറ്റ് ചെയ്യാം, പക്ഷേ ഈ ബോധ്യം പരിശുദ്ധാത്മാവ് നൽകുന്നില്ലെങ്കിൽ, കാരണം പിശാചിന്ന് അനേകം ജീവിതങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് പോലും അടർത്തി മാറ്റിയ അഭിഷേകമാണ് നിത്യജീവനെക്കുറിച്ചുള്ളത്. കാരണം നിത്യജീവനെക്കുറിച്ച് ബോധ്യം കിട്ടിയ ഒരുത്തനെ പിശാചിന് പിന്നെ അവനെ റാഞ്ചി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവൻ പാറയിലാണ് അവൻ അടിസ്ഥാനം ഇട്ടിട്ടുള്ളത്. അവൻ പൂഴിയിലല്ല, പാറയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധ്യം കിട്ടാനായിട്ട് പിശാച് പരമാവധി ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ, അതുകൊണ്ട് ഈ ഉയർപ്പ് തിരുനാൾ ദിനത്തിൽ നമുക്ക് ശക്തമായിട്ട് ആഗ്രഹിക്കാം, കർത്താവേ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന ആ പാട്ടൊക്കെ അറിയാലോ. കർത്താവ് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ ഉയർപ്പ് തിരുനാൾ ഇന്ന് കർത്താവേ വീണ്ടും പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ തന്നെ എന്ന് പറയാനായിട്ട് ഞങ്ങളെ കുറിച്ച് ഇടവരരുതേ. യേശുവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.